ഏറ്റവും സ്നേഹം നിറഞ്ഞ നമ്മുടെ വികാരിയച്ച, കൊച്ചച്ചന്മാരായ ജനിയച്ച, ജസ്നച്ച, പ്രിയ കൈക്കാരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായി ക്ഷണിക്കപ്പെട്ട വിശിഷ്ട അതിഥികൾ ഓരോരുത്തരും, പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ യുവജനങ്ങളെ, മതബോധനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നത് സ്നേഹമാണ്. ഇടവകയിൽ ഒരുമിച്ച് കൂടി പരസ്പരം സ്നേഹിച്ച് മുന്നേറുക എന്നുള്ളതാണ് സഭ ഉദ്ദേശിക്കുന്ന മതബോധനം. പരസ്പരം പങ്കുവെച്ചും സ്നേഹിച്ചും ഒരുമയോട് ചേർന്ന് എല്ലാവരും ഉത്തരവിധിയോടി പുതിയ തലമുറയ്ക്ക് നമ്മൾ പഠിച്ച പാഠങ്ങൾ പഠിപ്പിക്കുക എന്നുള്ള കർത്തവ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും. 50 വർഷം മുമ്പ് ഈ പള്ളി പണിതപ്പോൾ അന്ന് അര ക്ലാസ്സിൽ വേദപാഠം പഠിക്കുവാനായിട്ട് അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. അന്ന് അര ക്ലാസ് തൊട്ടാണ് വേദപാഠം, അത് കഴിഞ്ഞ് 1ാം ക്ലാസ്. അന്ന് ഞങ്ങളെ ഉണ്ടായിരുന്ന അപ്പൻ സാറിനെയും അബ്രാഹം സാറിനെയും വക്കച്ചൻ സാറിനെയും എല്ലാം അപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വരികയാണ്. അന്ന് ഞങ്ങൾക്ക് തന്ന ആ പാഠം ഇപ്പോൾ 55 വയസ്സായിരിക്കും. 50 വർഷത്തോളമായി ഈ ഇടവകയിൽ ഞാൻ എല്ലാ കാര്യങ്ങളിലും എല്ലാ സമയവും ഒരുമിച്ച് ഇടവകയോട് ചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്ന ആളാണ്. ഇന്നിപ്പോൾ ഈ അതിരൂപതയിലെ ഒരു മികച്ച മതബോധന സൺഡേ സ്കൂൾ കേന്ദ്രമാണ് ഇവിടെ. കാരണം ഇവിടുത്തെ അധ്യാപകര് പരിശീലനം കിട്ടി എന്ന അധ്യാപകരാണ്. അതിരൂപതയിൽ നിന്നുള്ള CLT ക്ലാസ്സുകളിൽ മിക്ക അധ്യാപകരും പങ്കെടുത്തു. അവർ BCT ക്ലാസ്സുകളിൽ അധ്യാപകർ പങ്കെടുത്ത് അതിരൂപതയിൽ നിന്ന് കൃത്യമായ പരിശീലനം കിട്ടി നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള കർത്തവ്യമാണ്. നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞു പോയെന്നുള്ളൊരു സങ്കടമുണ്ട്. കാരണം ഞാൻ 8 വർഷം മുമ്പ് ഹെഡ് മാസ്റ്റർ ആയിരുന്നപ്പോഴത്തേക്ക് 600-550 പിള്ളേരോളം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ 290 പിള്ളേരെ. ആ ഒരു വ്യത്യാസം നമ്മളതൊന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ ഇടവകയിലെ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നതുകൊണ്ട്. അതുപോലെ അതിരൂപതയുടെ മിറ്റ് നടക്കുന്ന പരിപാടികളും മതാധ്യാപകരുടെ ക്വിസ് കോമ്പറ്റീഷൻ എല്ലാ കാര്യങ്ങളിലും, അതുപോലെ രചനാ മത്സരങ്ങളിലെല്ലാം നമ്മുടെ അധ്യാപകർ മുൻപന്തിയിലാണ്. അതുപോലെ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ അച്ഛന്മാരോട് ചേർന്ന് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന അധ്യാപകർ എല്ലാവരും ഒത്തിരി ഒരു കൂട്ടായ്മയാണ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അവർ മദർമാരുടെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇടവകയോട് ചേർന്ന് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും കൃത്യതയോടെ വരുന്നു. പ്രത്യേകിച്ച് അധ്യാപകർ, കോളേജിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത അധ്യാപകരെയൊക്കെ പ്രത്യേകം അവർ റിട്ടയർമെൻറ്റ് ആഘോഷിക്കേണ്ട അവസരത്തിലും അവർ കുഞ്ഞുങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി വരുന്ന അധ്യാപകരെ പ്രത്യേക ഈ നിമിഷം ഓർക്കുകയാണ്. അതുപോലെ സിസ്റ്റേഴ്സ് ആണെങ്കിലും അവരുടെ ജോലി തിരക്കുകളിലെല്ലാം അപേക്ഷിച്ച് സൺഡേ സ്കൂളിൽ മിക്ക ദിവസവും ഓരോ പരിപാടികൾ, ആ പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ഓരോ സിസ്റ്റേഴ്സിനും അവരെ പറഞ്ഞു വിടുന്ന മദർമാരെയെല്ലാം പ്രത്യേക ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ്. അതുപോലെ ഈ വർഷം നടന്ന കൊറോണ കലോത്സവത്തിൽ 300 കുട്ടികളുള്ള നമ്മുടെ ഇടവകക്കാർ 650 ഇടവക്കാരുള്ള കുഞ്ഞുങ്ങളുള്ള കുടമാളൂർ ഇടവകയോട് ആണ് നമ്മൾ. അതുപോലെ തന്നെ വില്ലൂന്നിലൊക്കെ കുട്ടികൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ അവിടെ നമ്മൾ 2ാം സ്ഥാനം കരസ്ഥമാക്കി. അത് നമ്മളെ കഴിവുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടവകയിലുണ്ട് എന്നാണ് തെളിയിക്കുന്നത്. കുടുംബത്തിൽ നിന്നും ആരംഭിക്കുന്ന ആ വിശ്വാസ പരിശീലനമാണ് നമ്മുടെ ഇടവകയിൽ കാണുന്നത്. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനകളും എല്ലാം പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഇത്രയും നല്ല കുഞ്ഞുങ്ങളെ നമ്മുടെ ഇടവകയ്ക്ക് സംഭാവന ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. അതിനുവേണ്ടി ഇടവകയോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ ആ നല്ല മനസ്സിന് പ്രത്യേകം ഞാൻ ഈ നിമിഷം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ഇടവക ദിനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ശ്രമിക്കുകയാണ്. നന്ദി, നമസ്കാരം.